ഹായ് ഗൈസ്, വെൽക്കം ടു ലിക്വിഡ് ലൈൻ അക്വേറിയം. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മുടെ വീട്ടിലുള്ള പ്ലാന്റ് ടാങ്കൊക്കെ എങ്ങനെയാണ് മെയിൻ്റെനൻസ് ചെയ്യേണ്ടത്. ഒരുപാട് പേർക്കുള്ള ഡൗട്ട് കൂടെയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളൊരു പ്ലാന്റ് ടാങ്ക് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഫുള്ളി പ്ലാന്റൊക്കെ പുറത്തെടുത്ത് വെച്ച് നമ്മൾ ഫുള്ള് ടാങ്കൊക്കെ വാഷ് ചെയ്തിട്ട് പിന്നെയും അതുപോലെ തന്നെ പ്ലാന്റിംഗ് ഒക്കെ ചെയ്ത് വാട്ടർ ഫില്ല് ചെയ്യണമെന്നാണോ മെയിൻ്റെനൻസ് എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് എനിക്ക് മെസ്സേജും ഡൗട്ടൊക്കെ ആയിട്ട് ഒരുപാട് പേര് കോള് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു അക്വേറിയം എങ്ങനെയാണ് വീക്ക്ലി മെയിൻ്റെനൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിത് ഒരു വീക്ക് മുമ്പ് സെറ്റ് ചെയ്തൊരു അടിപൊളി പ്ലാന്റ് ടാങ്ക് ആയിരുന്നു. ഒരു ചെറിയൊരു നാനോ ടാങ്ക് എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഇതിൽ കണ്ടോ, നമ്മൾ ഒരു വീക്ക് ആകുമ്പോഴേക്കും ഗ്ലാസ്സിൽ കാര്യങ്ങളിലൊക്കെ പ്ലാന്റ്സിൻ്റെ മേളിലൊക്കെ ചെറിയ ചെറിയ ആൽഗേസ് വരാൻ തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കണ്ടോ, നമ്മുടെ പ്ലാന്റ്സിൻ്റെ മേലെയൊക്കെ ചെറിയ ചെറിയ ആൽഗേസിൻ്റെ സ്പോട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതല്ലാതെ തന്നെ നമ്മുടെ പ്ലാന്റ് കാര്യങ്ങളൊക്കെ ചില പ്ലാന്റ്സ് മാത്രം കുറച്ച് ഗ്രോവിങ് ആയിട്ട് ഹൈ ലെവലിൽ നിൽക്കുന്നുണ്ട്, ഒന്നിനേക്കാളും ഒന്ന് മുകളിലേക്ക് വളർന്ന് നിൽക്കുന്നുണ്ട്. കണ്ടോ, നമ്മുടെ ഫിൽറ്ററിൻ്റെ ഇൻലെറ്റിലൊക്കെ ഫുൾ ആൽഗേസ് സ്പോട്ടുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ഒരു വീക്ക് ആകുമ്പോഴേക്കും നമുക്ക് ഈ ലെവലിലുള്ള ആൽഗേസ് വന്നിട്ടുണ്ട്. ബാക്ക് ഗ്ലാസ്സിലും ഫ്രണ്ട് ഗ്ലാസ്സിലും ആൽഗേസ് സ്പോട്ടുകൾ വന്നിട്ടുണ്ട്. കണ്ടോ, ഏകദേശം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ നമുക്ക് ഈ ആൽഗേ ഫുള്ളായിട്ട് വരാതെ ബ്ലോക്ക് ചെയ്യിപ്പിക്കാനൊന്നും പറ്റില്ല. നമുക്ക് ചെറിയ ലെവലിലെ ആൽഗേ ഇഷ്യൂസൊക്കെ നമുക്ക് ഫേസ് ചെയ്യും. കാരണം നമ്മൾ അവിടെ എവിടെയെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ആൽഗേസൊക്കെ വരുന്നത് കേട്ടോ. ചില സമയം നമുക്ക് ഹൈലൈറ്റിംഗ് ആയിരിക്കും, ചില സമയം CO2 ലെവൽ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ എക്സിസ്റ്റിംഗ് ന്യൂട്രീഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അവിടെ ആൽഗേസ് ഫോം ആകുന്നത് തന്നെ. നമ്മൾ ഈ പ്ലാന്റ് ടാങ്കിൽ ആൽഗേറ്റസ് ഒന്നും ഇട്ടിട്ടില്ല, ഒരേ ഒരു അനറൈറ്റ് സ്നെയിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. കേട്ടോ, ഈ ഗ്ലാസിൻ്റെ സൈഡൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ റോക്ക് വുഡൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെയും ആൽഗേസ് ഒക്കെ വരാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ് കേട്ടോ. നമുക്ക് ഫസ്റ്റ് വീക്കൊക്കെ നമ്മളൊരു പ്ലാന്റ് ടാങ്ക് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ഒരു ആൽഗേസിനെ നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമുക്ക് അങ്ങനത്തെ വലിയ വലിയ പ്രോബ്ലംസ് ഒന്നും നമുക്ക് ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇത് ചെറിയ ആൽഗയല്ല എന്ന് പറഞ്ഞ് വിടുമ്പോഴാണ് നമുക്ക് ഓവറായിട്ട് ഫേസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഒരു മാഗ്നറ്റിക് ബ്ലേഡ് യൂസ് ചെയ്തിട്ട് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഗ്ലാസ്സിലുള്ള ആൽഗേസൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ മാഗ്നറ്റിക് സ്ക്രബ്ബർ യൂസ് ചെയ്യാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് യൂസ് ചെയ്യുമ്പോൾ ചെറിയ മൈന്യൂട്ട് സാൻഡോ അല്ലെങ്കിൽ അത് കാര്യങ്ങളൊക്കെ നമ്മൾ ആ മാഗ്നറ്റിൻ്റെ ഇടയിൽ പെടുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിക്കുമ്പോൾ ഗ്ലാസ്സിൽ സ്ക്രാച്ചസ് ഒക്കെ വീഴാൻ ഏറ്റവും ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യാതെ നമ്മൾ ഇതുപോലത്തെ ഒരു ബ്ലേഡ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ ഫ്രണ്ട് ഗ്ലാസ്സിലാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിൽ ആൽഗേ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും. ഫ്രണ്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ പ്ലാന്റ്സിന് കാര്യങ്ങൾക്കൊന്നും ഡിസ്റ്റർബൻസ് ആവരുത്. നമ്മൾ ജസ്റ്റ് അതിലൊന്നും ടച്ച് ചെയ്യാതെ തന്നെ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. ലൈറ്റായിട്ട് ടച്ച് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളത് റൂട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരാതെ രീതിക്ക് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മതി കേട്ടോ. കാരണം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ബ്ലേഡ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ വളർന്നു വരുന്ന പ്ലാന്റ്സിനെയൊക്കെ ട്രിം ചെയ്യും. നമ്മൾ ഒരുപാട് പേര് ചോദിക്കുന്നത് എന്താണെന്നറിയോ, നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ തന്നെ നല്ലപോലെ ഗ്രോവിങ് ആയി വരുന്നത് അതെങ്ങനെയാണ് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ ഇനി വളരുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. ശരിക്കും നമ്മൾ പ്ലാന്റ്സ് എത്രത്തോളം നമ്മൾ ട്രിം ചെയ്യുന്നോ അതിനനുസരിച്ച് പോലെ നല്ല ഗ്രോവിങ് ആയിരിക്കും കേട്ടോ. പ്ലാന്റ് നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാം ഒരേ ഹൈറ്റ് ലെവലിൽ വെച്ചിട്ട് നമ്മൾ ട്രിം ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ട്രിം ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നം നമുക്ക് അവിടെ ഫേസ് ചെയ്യുന്നില്ല. നമ്മൾ റൂട്ട് പുറത്തേക്ക് വരുന്ന രീതിക്ക് വലിച്ചെടുക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നല്ലൊരു സിസർ യൂസ് ചെയ്ത് നല്ലപോലെ ഒരേ ലെവലിൽ വെച്ച് ട്രിം ചെയ്യുന്നുണ്ട്. അത് ഓരോ ആൾക്കാരുടെ കോൺസെപ്റ്റാണ്. ചില ആൾക്കാർ ബാക്ക്ഗ്രൗണ്ടിൽ ഹൈറ്റ് വേണം, ഫ്രണ്ട് ഗ്രൗണ്ടിൽ കുറച്ചുകൂടി ഹൈറ്റ് കുറവാണെന്ന് പറഞ്ഞ് ഒരു ലെവലിൽ വെച്ച് ട്രിം ചെയ്യും. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പേഴ്സണലി നമ്മൾ ചൂസ് ചെയ്യുന്ന പോലെയാണ്. ഉണ്ടോ, ചില പ്ലാന്റ്സൊക്കെ നല്ല ഗ്രോവിങ്ങും ചില പ്ലാന്റ്സ് ഒരു മീഡിയം ലെവലിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ഒരേ ലെവൽ ഹൈറ്റിൽ വെച്ച് ട്രിം ചെയ്യും. ഇപ്പോൾ ഗ്രോയിങ് ആയി വരുന്ന പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ട്രിം ചെയ്ത് കഴിഞ്ഞാലും ഇതിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയായി വരുന്ന
അതുകൊണ്ടാണ് നമ്മൾ മൊത്തമായിട്ട് ട്രിം ചെയ്യുന്നത്. ചില ആൾക്കാർ പ്ലാന്റ്സ് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഇതായിരിക്കുമെന്ന് പറഞ്ഞ് ട്രിം ചെയ്യാറില്ല. നമ്മൾ എത്രത്തോളം ട്രിം ചെയ്യുന്നോ അതിനനുസരിച്ച് ലീഫ് അടുപ്പിച്ചടുപ്പിച്ച് വളരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ. മാക്സിമം ലെവൽ വെച്ച് നമ്മൾ ഫുള്ളായിട്ട് ട്രിം ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു പ്ലാന്റ് മാത്രം നല്ല ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ആ പ്ലാന്റ് മാത്രം ട്രിം ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി അവിടെ ആ പ്ലാന്റ് നമ്മൾ ട്രിം ചെയ്ത് പീസസ് ആക്കി വെച്ചിരുന്നതാണ്. പിന്നെ മുകളിൽ നമ്മൾ ട്രിം ചെയ്ത പ്ലാന്റ്സ് എല്ലാം പൊങ്ങി വന്ന് നിൽക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടെ നെറ്റ് കൊണ്ട് എല്ലാം എടുക്കുക. ഈ സൈഡും മൊത്തം ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്ലാന്റ് ടാങ്ക് മെയിൻ്റെനൻസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ പ്ലാന്റ് അക്വേറിയത്തിലുള്ള ഫിൽറ്ററും നമ്മുടെ CO2 പിന്നെ നമ്മൾ ഹീറ്റർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓഫ് ചെയ്തിടണം. കാരണം എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് അടക്കം ഓഫ് ചെയ്തിടുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. നമുക്ക് വീഡിയോ എടുക്കേണ്ട പർപ്പസ് ഉള്ളത് കൊണ്ടാണ് നമ്മളതൊന്നും ഓഫ് ചെയ്യാതിട്ട്. മോസ്റ്റ്ലി ഇതൊരു ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ 20% വാട്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മുകളിൽ നിന്നല്ല വാട്ടർ എടുക്കുന്നത്, നമ്മൾ ടാങ്കിൻ്റെ ബോട്ടത്തിൽ നിന്നാണ് വാട്ടർ എടുക്കുന്നത് കേട്ടോ. ഏകദേശം നമ്മളൊരു 20% to 30% ആണ് വീക്ക്ലി വാട്ടർ ചേഞ്ച് ചെയ്യേണ്ടത്. പിന്നെ അതിന് ശേഷം നമ്മുടെ ഈ ഗ്ലാസ്സിൻ്റെ കോർണറിൽ വരുന്ന ആൽഗി നമ്മളൊരു ടിഷ്യൂ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അത് റബ്ബ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ ആൽഗീസ് മൊത്തമായിട്ട് ക്ലീൻ ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ പ്ലാന്റ് ടാങ്ക് മെയിൻ്റെനൻസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ നല്ലപോലെ വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത് നമ്മുടെ ടാങ്കിലുള്ള പ്ലാന്റ്സിനും ഫിഷസിനൊക്കെ പ്രശ്നമാവും കേട്ടോ. നമ്മൾ ഏകദേശം ഫുള്ളായിട്ട് ട്രിം ചെയ്തെടുത്ത് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ട്രിം ചെയ്തെടുത്ത പ്ലാന്റ് തന്നെ നമുക്ക് ചെറിയ ചെറിയ ഗ്യാപ്പിൽ നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളത് ഒരിക്കലും വേസ്റ്റ് ചെയ്യുന്നില്ല. ആ പ്ലാന്റ്സ് തന്നെ നമുക്ക് പ്ലാന്റ്സ് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെയും അടുപ്പിച്ച് പ്ലാന്റ് വളരുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ പ്ലാന്റ് ടാങ്ക് വീക്ക്ലി ഒരു തവണ വാട്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. എന്താ ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ ക്ലാരിറ്റി വന്ന് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതല്ലാതെ തന്നെ പ്രിവെൻറ്റ് ആൽഗേ ഗ്രോത്ത്, പിന്നെ നമുക്ക് സ്ട്രെങ്ത് ഓഫ് അക്വസിസ്റ്റം ആണ് നമുക്ക് കിട്ടുന്നത്. അവിടെ വീക്ക്ലി ഒരു തവണ വാട്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ട് ഗ്ലാസ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് നമ്മൾ ടിഷ്യൂ ഉപയോഗിച്ചിട്ട് തന്നെ. അതിന് ശേഷം ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അക്വാഫീൽഡിൻ്റെ ബ്രാൻഡാണ് ഈ ടാങ്കിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസർ കേട്ടോ. ആദ്യം തന്നെ അക്വാഗ്രോ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡെയിലി ഡോസേജ് ആണ് ചെയ്യുന്നത്, എല്ലാ ദിവസവും ഡോസേജ് ആണ്. പിന്നെ അതിന് ശേഷം ആൽഗേ ഫ്രീ എന്ന് പറഞ്ഞ ഒരു ഫെർട്ടിലൈസറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതും ഡെയിലി ഡോസിങ് ആണ്. പിന്നെ അതിന് ശേഷം ഉപയോഗിക്കുന്നത് CO2 ലിക്വിഡ് എന്ന് പറഞ്ഞൊരു ലിക്വിഡ് ഫോമിലുള്ളതാണ്. അപ്പോൾ അതും നമ്മൾ ഡെയിലി ഡോസായിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എങ്ങനെയാണ് ഒരു അക്വേറിയം മെയിൻ്റെനൻസ് ചെയ്യുന്നത്. ഇങ്ങനെ എളുപ്പ രീതിക്ക് തന്നെ മെയിൻ്റെനൻസ് ചെയ്യാം. വീക്ക്ലി ഒരു തവണ നമ്മൾ പ്രോപ്പറായി മെയിൻ്റെനൻസ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നല്ലപോലെ നമ്മുടെ പ്ലാന്റ് ടാങ്ക് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. കേട്ടോ പ്ലാന്റ്സിൻ്റെ ഗ്രോവിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ടാങ്കിൽ CO2 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു വീക്കേ ആയിട്ടുള്ളൂ. അതിനുള്ളിൽ നമുക്ക് കണ്ടോ ഈ പ്ലാന്റ്സൊക്കെ നല്ല റിസൾട്ടാണ് നമുക്ക് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.